നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. പട്ടി എന്നത് തന്നെ മനുഷ്യർക്ക് വലിയ പേടിയാണ്. സർവ്വനാട്ടുവഴികളിലും നഗരപാതകളിലും നായ്ക്കൾ അലഞ്ഞു നടക്കുന്നു. അവ യാത്രക്കാർക്ക് നേരെ എപ്പോൾ വേണമെങ്കിലും ചാടി വീഴാം, കടിക്കാം. കടി കിട്ടിക്കഴിഞ്ഞ് വാക്സിൻ എടുത്താൽ തന്നെ അത് ഫലപ്രദമാകുമോ എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ദുരവസ്ഥ. കൊല്ലത്തെ നിയ ഫൈസൽ എന്ന കുഞ്ഞോമനിയുടെ മരണം കേരളം വലിയ വിഷമത്തോടെയാണ് കേട്ടത്. കേരളത്തിൽ തെരുവ് നായ്ക്കളുടെ എണ്ണം അനുദിനം പെരുകുകയാണ്. തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് 3 ലക്ഷത്തിലേറെ പേർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയെന്നത് നമ്മളെ ഞെട്ടിക്കുന്നു. കഴിഞ്ഞ വർഷം പേപ്പട്ടി കടിയേറ്റ് കുത്തിവയ്പ് എടുത്തിട്ടും മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് 22 പേർക്കാണ്. ഇത് വളരെ നിരാശപ്പെടുത്തുന്ന കണക്കാണ്. റിപ്പോർട്ട് ചെയ്യാത്തവ ഇതിലും എത്രയോ അധികമാവാം. ദിവസവും നായ്ക്കളുടെ ഭീഷണി നേരിടുന്നവർ നിരവധിയാണ്. പത്രം, പാൽ വിൽപ്പനക്കാർ, മത്സ്യ കച്ചവടക്കാർ, ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ, കാൽനടക്കാർ, പുലർക്കാല സവാരിക്കാർ. ഏറ്റവും അധികം തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നത് വയോധികരും കുട്ടികളുമാണ്. പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്തവർ. ഉത്തരേന്ത്യയിലെ ഗോശാലകൾ പോലെ നമുക്ക് ശ്വാനാലയങ്ങൾ കൂടിയേ തീരൂ. പക്ഷേ അത്തരം ഷെൽട്ടറുകൾ ജനവാസ മേഖലയിൽ നിന്നും അകലെയായിരിക്കണം. മൃഗസ്നേഹികൾക്ക് അവിടെ ചെന്ന് അവയെ പരിലാളിക്കാം, ദത്തെടുക്കാം. ടിൻഡു എന്നോ ടിറ്റു എന്നോ ഒക്കെ പേരിട്ട് അരുമയായി വളർത്താം. നായ്ക്കളുടെ കടിയേറ്റ് എത്രയോ പേർ മരിക്കുന്നു. മരിക്കുന്നവർക്ക് സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ്. ചികിത്സാ ചെലവ് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് നൽകണം. അതുപോലെ ഗുണനിലവാരമുള്ള വാക്സിൻ ലഭ്യമാക്കാനും അവ സുരക്ഷിതമായി സൂക്ഷിക്കാനും സംവിധാനങ്ങൾ ഉണ്ടാകണം. അതിനായി അടിയന്തര നടപടി ഉണ്ടായേ മതിയാകൂ. മനുഷ്യരെ പോലെ മൃഗങ്ങൾക്കും ഈ ഭൂതലത്തിൽ ജീവിച്ചു വാഴാൻ അവകാശമുണ്ട്. പക്ഷേ മനുഷ്യന്റെ ആവാസഭൂമിയെ ഹനിച്ചുകൊണ്ടാകരുത് ആ കടന്നുകയറ്റങ്ങൾ. മുറ്റത്ത് കളിക്കുന്ന കുട്ടികളെ തൂക്കിയെടുത്തു കൊണ്ടുപോകുന്ന ഹിംസ്രജീവികൾ, വീടുകൾ തകർക്കുന്ന ആനക്കൂട്ടങ്ങൾ, നാൽക്കാലികളെ ശാപ്പിടുന്ന പുലികൾ, കൃഷി അത്രയും മുടിപ്പിക്കുന്ന കാട്ടുപന്നിക്കൂട്ടങ്ങൾ, ചെറുപട്ടണങ്ങളിൽ ചുറ്റിത്തിരിയുന്ന കടുവകൾ, വീട്ടിലും തൊടിയിലും സ്വൈര്യവിഹാരം നടത്തുന്ന വിഷസർപ്പങ്ങൾ. എവിടെ തിരിഞ്ഞാലും തെരുവ് നായ്ക്കളുടെ പട. ഇതിങ്ങനെ പോയാൽ മനുഷ്യർ എന്തു ചെയ്യും? എവിടെ തിരിഞ്ഞാലും തെരുവ് നായ്ക്കളുടെ പട. ഇതിങ്ങനെ പോയാൽ മനുഷ്യർ എന്തു ചെയ്യും? പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട അധികാരികൾ നിഷ്ക്രിയരായി തുടർന്നാൽ ജനങ്ങൾ സഹിക്കെട്ട് നിയമം കയ്യിലെടുക്കുന്ന നാൾ വരുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു.